each and every one of you to this joyful occasion, the wedding reception of Karthik and Sandra. Journey. എടാ അറ്റ്ലീസ്റ്റ് കൂടെ ഉള്ളവർ വരാനെങ്കിലും വെയിറ്റ് ചെയ്യണം. സ്ലോ വേദന 6x ഫോക്കസ് ചെയ്യുക. വ്ലോഗിലിടും കേട്ടോ. എന്താ എവിടെ എനിക്ക് വേണ്ട ടിഷ്യൂ. ഓക്കെ, നമ്മളെല്ലാവരും ഫുഡ് എടുത്തിട്ടുണ്ട്. അത് ചോറും ഫിഷ് കറിയൊക്കെയാണ്. സോ വേണ്ട. എന്താ എൻ്റെ വ്ളോഗിൽ വന്ന് നിന്ന് ആളാവുകയാണോ എക്സ്പ്രഷൻ ഇട്ട്? അപ്പോൾ റൊമാലി റൊട്ടിയും ഡക്ക് സ്റ്റൂവും പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിൽ നിന്ന് ഇങ്ങനെ താറാവ് കഴിക്കുന്നത്. അത് കഴിച്ച് കഴിയുന്നതിന് മുന്നേ തന്നെ പോയി സാലഡൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഓഫ് സാലഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പോയി ചോറും മീൻ കറിയും മീൻ പൊരിച്ചൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചു. ഐസ്ക്രീം കുടിക്കാൻ വെയിറ്റ് ചെയ്യുവാണ്. അതെ, ഞാൻ ഐസ്ക്രീം കുടിക്കാന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് കഴിക്കാന്നാണ്.
നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ ബ്രൈഡിന്റെ സിസ്റ്റർ ഇവിടെ ഉണ്ട്. 2 വർഷം എന്നെ പറ്റി എന്തോ ഞാനല്ല കേട്ടോ. ഞാൻ ഫുള്ള് ഔട്ട്ഫിറ്റ് കാണിച്ചു. ഇറങ്ങി നല്ല രസമാണ്. നല്ലൊരു ഗ്രീൻ കളർ. പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. എനിക്ക് നല്ലതുപോലെ വ്ളോഗ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. ഈ ആൾക്കാർ എങ്ങനെയാണോ എന്തോ വ്ളോഗ് എടുക്കുന്നതെന്ന് ഞാനിങ്ങനെ ഓരോ നിമിഷം ഒരു പണി അത്ര എളുപ്പമല്ല എന്നിങ്ങനെ തോന്നുവാണ്. നല്ലതായിരുന്നു. അഗെയിൻ വീണ്ടും നല്ല മെമ്മറീസ്. ഇങ്ങനെ നമ്മൾ വന്നപ്പോൾ മുതൽ ഇങ്ങനെ പറയുന്ന കാര്യമായിരുന്നു സാറയുടെ ചേച്ചിയുടെ കല്യാണം. അത് ഫൈനലി അടിപൊളിയായിട്ട് കഴിഞ്ഞു. ചേച്ചി നല്ല ഭംഗിയുണ്ടായിരുന്നു, ചേട്ടനും. അങ്ങനെ ഇതൊക്കെ തന്നെയാണ്. ഇതിൽ എന്തൊക്കെ വരും, ഇതെങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. ബട്ട് ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വ്ളോഗ്. പിന്നെ ഞാനൊരു ബിഗിനർ ആണല്ലോ, സോ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നിങ്ങൾക്ക് ക്ഷമിച്ച് തരാം. ഓക്കെ, അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അടുത്തിന് ഞാൻ എന്നാണ് വ്ളോഗ് ഇടുന്നതെന്ന് പോലും എനിക്കറിയാൻ പറ്റത്തില്ല. എനിക്കറിയത്തില്ല, അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. എന്തെങ്കിലുമൊക്കെ പരിപാടികളൊന്നും കാര്യമായിട്ടുണ്ടെങ്കിൽ ഒരു വ്ളോഗ് ഇട്ടിട്ടും കാര്യമുള്ളൂ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ കിട്ടുന്നതൊക്കെ എടുത്ത് ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട്. പിന്നെന്താ, ഞാൻ സാറയുടെ ചേച്ചി ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതും എല്ലാം. വരുന്നോ, വ്ളോഗിൽ ജോയിൻ ചെയ്യുന്നു? അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. നടക്കട്ടെ. ഞാനും കുറച്ച് ഫോട്ടോ എടുത്തു. വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഇനിയിപ്പോൾ ഈ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോവും. ഒരു കാര്യം കൂടി ഉണ്ട്. എനിക്കിന്ന് ഈ മേക്കപ്പും ഇതെല്ലാം ചെയ്തു തന്നത് ഡോറയുടെ സിസ്റ്റർ. ഞങ്ങൾ കിങ്ങു എന്നാണ് വിളിക്കുന്നത്. സ്റ്റെൽസിയ റോഡ്രിഗസ് അങ്ങനെയാണ് തോന്നുന്നത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് നെയിമാണ്. അവളാണ് ഇതെല്ലാം ചെയ്തതെന്ന്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്ര ഭയങ്കര അടിപൊളിയായിട്ട് ഒരുങ്ങി പോകുന്ന ഒരാളല്ല. എനിക്ക് ഭയങ്കര ഓവറാവുന്ന ഇഷ്ടമാണ് ഇതുപോലെ ഡ്രസ്സൊക്കെ ഇട്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനെ ഫംഗ്ഷൻ വരുമ്പോഴത്തേനും ഇതുപോലെ ഭയങ്കരമായിട്ട് ഓവറാവുക. അല്ലാത്ത ദിവസങ്ങളിൽ മറ്റേ ഹോംലെസ് വീടും കൂടും ഇല്ലാത്ത ആൾക്കാർ നടക്കുന്ന പോലെ ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സും കറക്റ്റ് ഫിറ്റല്ല. ഞാൻ എല്ലാം ഭയങ്കര ലൂസ് ഡ്രസ്സുകൾ വാങ്ങി മുമ്പ് മുതലേ ഇപ്പോഴും ഇടുന്നതാണ്. ഏതെങ്കിലും പഴയ ഡ്രസ്സൊക്കെ ചെറുതായിട്ട് ഞാൻ ഇഷ്ടം കൊണ്ട് ഇടുമ്പോഴത്തേനും ടൈറ്റായിട്ട് ഇരിക്കുന്നെങ്കിലേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒക്കെ ലൂസാണ്. പക്ഷെ ഇത് ഫിറ്റാണ്. പിന്നെ ഇത്രയും ഒരുങ്ങി ഇത്രയും ഇതൊക്കെ ആയിട്ടൊരു കല്യാണമൊന്നും ഈ അടുത്തൊന്നും ഇല്ലാന്നായി ഗസ്. അങ്ങനെ സാർക്ക് ബൈക്ക് പറഞ്ഞ് ഞങ്ങൾ കല്യാണമൊക്കെ നല്ലതുപോലെ അടിച്ചു പൊളിച്ചിട്ട് എല്ലാവരും വീട്ടിലോട്ടും ഹോസ്റ്റലിലോട്ടൊക്കെ പോവുകയാണ്. ഞങ്ങൾക്കിനി 1 മാസത്തെ വെക്കേഷനാണ്. അങ്ങനെ ഓരോ ഫങ്ഷൻസും യാത്രകളും ചെറിയ ഒത്തുകൂടലുകളും ചെറിയ സംസാരങ്ങളും ഒരു ചായ കുടിക്കാൻ ഇറങ്ങി പോകുന്നത് വരെ കോളേജ് എന്ന വലിയ പുസ്തകത്തിലെ ഓരോ ചാപ്റ്ററുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഇങ്ങനെ മനസ്സിൽ അതേപടി ഇങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ്.